ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കളിക്കുമ്പോൾ സർവൈവൽ ഐസ്ലാൻഡ് എന്ന് പറയുന്നൊരു ഗെയിമാണ്. ഈ ഗെയിം എന്ന് വെച്ചാൽ നമ്മളൊരു ഐസ്ലാൻഡിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഐസ്ലാൻഡിൽ നമ്മൾ സർവൈവ് ചെയ്യണം. നമുക്ക് ആനിമലിനെ ടേം ചെയ്യാം, അങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. ആദ്യം നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. ഒരു ആക്സ് ബിൽഡ് ചെയ്യണം, വുഡൻ ആക്സ്. ഓക്കെ, വുഡൻ ആക്സ് നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ വുഡൻ ആക്സ് ക്രാഫ്റ്റ് ചെയ്യാൻ വെച്ചു. ക്രാഫ്റ്റ് ചെയ്തു, എളുപ്പം ക്രാഫ്റ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ വുഡൻ ആക്സ് ക്രാഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വുഡൻ ആക്സ് എടുത്ത് ഓട്ടോമാറ്റിക്കലി എൻ്റെ കൈ വന്നു. ഇനി നമുക്ക് ഈ വുഡൻ ആക്സ് വെച്ച് മരം വെട്ടാം. ഓക്കെ ഓക്കെ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ സർവൈവൽ സിമുലേറ്റർ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഷുഗർ കെയിന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കിടന്ന് നമുക്ക് മാക്സിമം ഷുഗർ കെയിൻ എടുക്കാം. ഈ ഷുഗർ കെയിൻ മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു കേസ്, ഞാൻ മറന്നുപോയി. ഓക്കെ, നമുക്ക് ഷുഗർ കെയിൻ എടുക്കുമ്പോൾ നമുക്ക് ലീഫും കിട്ടും. ലീവ്സ് ഉണ്ടോ കേസ്? ഷുഗർ കെയിൻ നമുക്ക് ഒരു വട്ടം ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ 3 ഷുഗർ കെയിനും ഒരു ലീവ്സും കിട്ടും. ഷുഗർ കെയിൻ്റെ അകത്തുള്ള ഷുഗർ കെയിനിലുള്ള ലീവ്സ് കിട്ടും. അപ്പോൾ കേസ് നമുക്ക് ഈ ഷുഗർ കെയിനോട് എടുത്തിട്ട് നമുക്ക് അവിടെ കാണുന്ന ഒരു സ്റ്റോൺ എടുക്കാം. ഓക്കെ, നമുക്ക് 22 ഷുഗർ കെയിൻ ആയിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു സ്റ്റോൺ എടുക്കാം ഗൈസ്. ഓക്കെ, ഈ എന്ത് സ്റ്റോൺ എന്ന് പറയുന്നതിനകത്ത് ഫ്ലിൻറ്റോ എന്ത് സാധനമാണ് ഇതിൻ്റെ, ഞാൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോൺ തന്നെയാണ് ഗൈസ്. എന്തൊരു വല്ലാത്ത സ്റ്റോൺ തന്നെയാണ്. ഓക്കെ, നമുക്ക് മരം വെട്ടാം. ഈ മരം പാം ട്രീ ആണ്. ഓക്കെ, പാം ട്രീ നമ്മൾ വെട്ടി. അടുത്ത നമ്മൾ തെങ്ങ വെട്ടാൻ പോകുന്ന ഗൈസ്. ഓക്കെ, നമ്മൾ തെങ്ങ് കിട്ടുമ്പോൾ നമുക്ക് അറിയാമല്ലോ, തേങ്ങ കിട്ടും. അപ്പോൾ നമുക്ക് ഈ തേങ്ങ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഈ നമ്മുടെ വാട്ടർ ലെവലും കൂടും. പിന്നെ നമുക്ക് ഫുഡ് ലെവലും കുറച്ച് കൂടും. വാട്ടർ ലെവലും ഫുഡ് ലെവലും എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശപ്പ് നമുക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടും. വാട്ടറും നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മുടെ വാട്ടർ 32% ആണ്. നമുക്ക് വിശക്കുന്നത് 83% നമ്മൾ കഴിച്ചു. 31% നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇപ്പോഴും വെള്ളമുണ്ട്. ഓക്കെ, അതാണ് കാണിച്ചേക്കുന്നത്. ഇനിയും നമുക്ക് വെള്ളം കുടിക്കണം. ഓക്കെ ഓക്കെ നമുക്ക് ഒത്തിരിയും ഈ കല്ല് വറക്കാം. ഈ കല്ല് നല്ല ആവശ്യമുള്ള സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കല്ല് ഒത്തിരിയും കാര്യത്തിന് ആവശ്യമുണ്ട്. അതൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഈ കല്ല് എന്തിനൊക്കെ ആവശ്യമുള്ളതെന്ന്. ഓക്കെ, നമ്മൾ ഈ കല്ല് ഒത്തിരിയും കളക്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ആ ഒരു കല്ലും കൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ കല്ല് കളക്ട് ചെയ്ത് നിർത്താം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് പോകാം. ഇതിൻ്റെ മണ്ടയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യമുണ്ട്. നമുക്ക് ഈ ഒരു ചെടി എടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു ചെടി എടുത്തു. ഓക്കെ, ഞാനിനി ഇതിൻ്റെ മണ്ടയിലോട്ട് പോവാണ്. ഞാൻ ഈ മണ്ടയിലോട്ട് പോയിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. അപ്പം ഞാൻ മണ്ടയിലോട്ട് പോകുന്ന ഇടയ്ക്ക് വെച്ച് ഞാനൊരു കാര്യം നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഇതാണ് കപ്പ്. ഈ കപ്പ് നമുക്ക് ഉണ്ടാക്കിയാലേ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഈ കപ്പ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഗൈസ്. ഈ ഒരു കപ്പിനകത്ത് നമുക്ക് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം. ഈ കടലിൽ നിന്ന് വെള്ളം എടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഇംപ്യൂർ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ പൂവറാക്കണം. ഓക്കെ, അപ്പോൾ ഡേർട്ടി വാട്ടർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കുടിച്ച് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ബോഡിക്ക് വെള്ളത്തിൻ്റെ പെർസെൻറ്റേജ് കൂടത്തേ ഉള്ളൂ, അല്ലാതെ ഒത്തിരിയൊന്നും കൂടത്തില്ല. ഫ്രഷ് വാട്ടർ കുടിച്ചാലേ വെള്ളം നമ്മുടെ ബോഡിക്കകത്ത് വെള്ളം നമ്മുടെ ഈ ഒരു ഇതിനകത്ത് വെള്ളം കൂടത്തുള്ളൂ. ഈ ഒരു 31% കൂടത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഉണ്ടാക്കേണ്ട ഒരു സ്പിയറാണ്. സ്പിയർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വുഡ് വേണം. അപ്പോൾ നമ്മൾ വുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്സ് എടുത്തിട്ട് പാം ട്രീ വെട്ടുവാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും വുഡ് മതിയായിരിക്കും. ഓക്കെ, വുഡ് ഇത്രയും മതി ഗൈസ്. നമുക്കിനി സ്പിയർ ഉണ്ടാക്കാം. സ്പിയർ ഉണ്ടാക്കാനുള്ള വുഡായി. ഓക്കെ, നമ്മൾ സ്പിയർ ഉണ്ടാക്കി. നമ്മൾ എന്തിനാണ് ഈ സ്പിയർ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ വൂൾഫാണുള്ളത്. അങ്ങനെ ഒത്തിരി ഏരിയസിൽ കരടിയുണ്ട്, ആനിമലുണ്ട്. ആനിമലെല്ലാം ആനിമൽ തന്നെ എലിഫൻ്റ് ഉണ്ട്. പിന്നെ ഒത്തിരിയും കാര്യങ്ങൾ ഈ ഒരു ഗെയിമിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊല്ലാം, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കൊല്ലാം, അല്ലെങ്കിൽ നമുക്ക് പെറ്റായിട്ട് എടുക്കാം. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് ചെയ്യാം. ഈ ഒരു വൂൾഫിനെ നമുക്ക് നമ്മുടെ പെറ്റാക്കാൻ പറ്റും. അങ്ങനെ ക്രൊക്കഡൈലുണ്ട്. ഓക്കെ, അപ്പോൾ വൂൾഫ് വന്നു. ഞാൻ ചാടി വൂൾഫിനെ അടിക്കുന്നതിന് വരെ നമ്മൾ മരത്തിനെ അടിച്ചു. ഓക്കെ, നമ്മൾ വൂൾഫിന് ഒരു ബൈറ്റ് കൊടുത്തു. അടുത്ത നമുക്ക് അവൻ ചാടി വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ഹിറ്റ് നമ്മൾ കൊടുത്തു. മൂന്നാമത്തെ ഹിറ്റും കൊടുത്തു. ഇപ്പോൾ കണ്ടോ അവൻ ഓടിപ്പോയത് കണ്ടോ? ഈ ഒരു വൂൾഫിൻ്റെ ഏരിയ ആണ് ഇത്രയും. ഈ ഒരു റൗണ്ടിൽ
അവൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ വരുന്ന എല്ലാവരും അവൻ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ കണ്ടോ ഗൈസ്, നമ്മൾ ആ ഒരു വൂൾഫിൻ്റെ ഹെൽത്ത് ഒത്തിരിയും കുറച്ചു. ഇനി അവന് ഒരു ഒറ്റ HP ഉള്ളൂ. ആ ഒറ്റ HP അവൻ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. ബിക്കോസ് നമുക്ക് ഇപ്പം അവനെ അറ്റാക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവനെ പെറ്റാക്കാനുള്ള സീഡൊന്നുമില്ല. ഒരു സീഡുണ്ട് ഗൈസ്. അപ്പോൾ ഒരു സീഡ് കിട്ടിയിട്ട് വേണം അവനെ പെറ്റാക്കാൻ. അവൻ ഈ ഒരു ആനിമലിന് സീഡ് കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക് നമുക്ക് പെറ്റാവും. അപ്പോൾ പെറ്റാക്കണമെങ്കിൽ സീഡ് വേണം. സീഡ് വെച്ചിട്ട് എന്തൊക്കെയോ സീഡ് വെച്ച് എന്തോ ഒരു റെസിപ്പി ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവനെ പെറ്റാക്കാൻ പറ്റൂ. ഇവനെ ആക്കിയില്ലെങ്കിൽ ആക്കണ്ടെങ്കിൽ നമുക്ക് ഇവനെ അങ്ങ് ഓട്ടോമാറ്റിക്കലി കൊല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ 2 വൂൾഫ് ഉണ്ട്. നമുക്ക് ആ വൂൾഫിനെ വേണമെങ്കിൽ നമുക്ക് പെറ്റാക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു സാധനം ഇപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സാധനം സ്റ്റിക്കാണ്. അപ്പോൾ അതിനൊന്ന് ഒന്നെങ്കിൽ ഒരു സ്റ്റിക്ക് കിട്ടും, അല്ലെങ്കിൽ 2 സ്റ്റിക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ലൂട്ട് ബോക്സ് ഉണ്ട്. ഈ ലൂട്ട് ബോക്സ് നല്ല ഫ്രഷ് വാട്ടർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർ കുടിക്കുമ്പോൾ നമ്മുടെ ഈ മറ്റേ 31% ഇരുന്ന ആ സംഭവമില്ലേ, അത് നല്ല ഹൈ ആവും. ഞാൻ ഒരു വട്ടം ഇന്ന് ബാക്ക് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് മെഡിക്കറ്റൊക്കെ ഉണ്ട്. കണ്ടോ, 59% ആയി നമ്മുടെ ബോഡിയിലെ വാട്ടർ. ഓക്കെ, നമുക്ക് ആ ബോക്സിനകത്തുള്ള എല്ലാ സാധനവും എടുക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു ബാഗ് ബിൽഡ് ചെയ്യണം. നമ്മുടെ ഇരിക്കുന്ന ബാഗ് വെച്ചിട്ട് നമുക്ക് ബാഗൊന്നുമില്ല. നമ്മുടെ എങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം കളക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ബാഗൊന്നുമില്ല. നമ്മളൊരു ബാഗ് ബിൽഡ് ചെയ്യുമ്പം നമുക്ക് ഇനിയും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാൻ ബാഗ് ബിൽഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തെ ഈ വുൾഫിനെ കൂടെ നമുക്ക് 1 HP ആക്കിയിട്ട് വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ വുൾഫിനെ കൂടെ 1 HP ആക്കിയിട്ട് വെച്ചാൽ നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാനുള്ള ഈ ഒരു വുൾഫ് നിൽക്കുന്ന ഏരിയയില്ലേ, ഈ ഒരു വുൾഫ് നിൽക്കുന്ന ഏരിയയിലാണ് അടുത്ത സ്ഥലത്തുള്ള അടുത്ത സ്ഥലത്തോട്ടുള്ള പോകാനുള്ള വഴി ഇരിക്കുന്നത്. ഈ വഴി ക്ലോസ് ആണ്. നമുക്കൊരു ആക്സ് വെച്ചിട്ടാണ് ഈ ഒരു വഴി ഓപ്പൺ ആക്കാൻ. നമുക്ക് ഒരു ആക്സ് ഇവിടെ തന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഉള്ള ആക്സ് ബ്രോക്കൺ ആവുന്നവരെ ഇത് പൊട്ടിക്കാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഒരു ആക്സ് ബ്രോക്കൺ ആയി. ഈ ആക്സ് വെച്ച് നമുക്ക് ഇത് അടിച്ചങ്ങ് പൊട്ടിക്കാം. നമ്മുടെ നമ്മൾ ഇപ്പം കൊല്ലാൻ നോക്കിയ വുൾഫില്ലേ, അതിന് 1 HP ആണ്. അതിന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെ സീഡ് കൊടുത്ത് സീഡിൻ്റെ റെസിപ്പി ഉണ്ടാക്കി നമുക്ക് പെറ്റാക്കാം. ഓക്കെ, അതിന് മുമ്പേ ഞാനാണെങ്കിൽ ഇവിടെ ഈ ഒരു ഞാൻ ഓൾറെഡി ഒരു ബാഗ് ഉണ്ടാക്കി. ഞാൻ അറിയാതെ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ഞാൻ ഓൾറെഡി ഒരു ബാഗ് ഉണ്ടാക്കി. പക്ഷേ ആ ബാഗ് ഉണ്ടാക്കിയ അത് ഞാൻ കട്ട് ചെയ്തു. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, ആ ബാഗ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ആ ഒരു ലൂട്ട് ബോക്സിൽ കിടന്ന സാധനങ്ങൾ മൊത്തം ഞാൻ എടുത്ത് എൻ്റെ ബാഗിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് കണ്ടോ ഗൈസ്, അവിടെ ഒരു കിണർ ഇപ്പോൾ ഉണ്ട്. പിന്നെ എന്തോ ഒരു ബോർഡുണ്ട് അവിടെ. ആ ബോർഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് വായിക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ സ്ഥലത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെയാണ് ആദ്യം പോകേണ്ടത്. അവിടെ പോകുമ്പോൾ നമുക്ക് ടെൻറ്റ് കിട്ടും. ഞാൻ കണ്ടോ ഒരു ടെൻറ്റ് ഉണ്ട് അവിടെ. പിന്നെ ഈ ഒരു ബോർഡുണ്ട്, നമുക്ക് അവിടെ വായിക്കാൻ എന്തോ നോക്കാം. there are some bla 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 അങ്ങനെ ഉണ്ട് ഗൈസ്. ഞാൻ എന്താ വായിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്ത് ഇതാകത്തില്ല, എൻ്റെ
ഫോണിൽ എന്താ പറയുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് കാണൂല. ഞാൻ നേരത്തെ കൈന് എടുക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നില്ല. ഓക്കെ, അടുത്ത പ്രാവശ്യം അത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈ കിണറിൽ നമുക്ക് വെള്ളം എടുക്കാം. ഒത്തിരി സമയം എടുക്കും. നമ്മൾ കപ്പ് എടുത്ത് വെക്കണം. പിന്നെ ഇവിടുന്ന് ഈ ഒരു എന്താ ക്യാമ്പ് ഫയറിൽ നിന്ന് നമുക്ക് ഫുഡ് ഇതാക്കാം. പിന്നെ നമ്മുടെ അവിടെ ടെൻറ്റ് ഇരിപ്പുണ്ട്. ഈ ടെൻറ്റ് നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടതൊരു ചെസ്റ്റാണ്. ചെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഷുഗർ കെയിനും വേണം, പിന്നെ സ്റ്റിക്കും വേണം. ഈ ഷുഗർ കെയിനും സ്റ്റിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ. ഇനി നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, നമ്മുടെ ചെസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫ്ലോർ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ ഇപ്പോൾ ഐസ്ലാൻഡ് വയ്ക്കുന്ന ഒരു ഷുഗർ കെയിന് വെച്ച് നമുക്കൊരു ഫ്ലോർ ഉണ്ടാക്കണം. ഷുഗർ കെയിന് വെച്ചൊരു ഫ്ലോർ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ചെസ്റ്റ് വെക്കാൻ പറ്റൂ. ഇനി ഇതുണ്ടോ, ഒത്തിരി നമുക്ക് വീടുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഫ്ലോർ സെലക്ട് ചെയ്തെടുക്കണം. ആദ്യം ഫ്ലോർ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു, ഒരു ഫ്ലോർ എടുത്തു, ഇവിടെ പ്ലേസ് ചെയ്തു ഗൈസ്. ഓക്കെ, നമ്മളിവിടെ ഒരു ഫ്ലോർ പ്ലേസ്, നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലോർ മതി തൽക്കാലത്തേന് ചെസ്റ്റ് വെക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നമ്മൾ ചെസ്റ്റ് വെക്കാൻ വേണ്ടി മാത്രം ഒരു ഫ്ലോർ ഇവിടെ ബിൽഡ് ചെയ്തു. ഓക്കെ, നമ്മളൊരു ചെസ്റ്റ് എടുത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഓക്കെ, ചെസ്റ്റ് എടുത്തു, നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഓക്കെ, നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവാണ്. 3, 2, 1 പ്ലേസ്. ഓക്കെ, പ്ലേസ് ചെയ്തു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പാർട്ട് 2 ഇടാം. അപ്പോൾ ബൈ.